ഹലോ ഗൈസ്, വെൽക്കം ടു മല്ലു ബിഗിനേഴ്സ് ഗൈഡ്. പ്രൈസ് ആക്ഷൻ സീരീസിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്നാമത്തെയും രണ്ടാമത്തെ എപ്പിസോഡിൽ നമ്മൾ എങ്ങനെയാണ് ക്യാൻഡിൽസ്, ഏതൊക്കെയാണ് ക്യാൻഡിൽസ് യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ എന്താണ് സ്ട്രക്ചർ ഹൈ, എങ്ങനെയാണ് നമ്മൾ സ്ട്രക്ചർ ഹൈയും സ്ട്രക്ചർ ലോയും മാർക്ക് ചെയ്യുക എന്നുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഒന്നാമത്തെയും രണ്ടാമത്തെയും വീഡിയോ കണ്ടിട്ട് മാത്രം വരിക. ഇനിയുള്ള സീരീസ് മൊത്തം നമ്മൾ കുറച്ച് സ്ട്രക്ചേഴ്സിനെ കുറിച്ചും ക്യാൻഡിൽസിനെ വെച്ച് മാത്രമായിരിക്കും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടാവുക. സോ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ട്രേഡിംഗ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഒരു പ്രോബബിലിറ്റിയുടെ ഗെയിമാണെന്ന് എല്ലാവരും പറയും. കാരണം എപ്പോഴും നമുക്ക് സക്സസ്ഫുൾ ആവണമെന്നില്ല, പക്ഷേ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പേഷ്യൻസ് എല്ലാം നല്ല സമാധാനത്തോടെ ക്ഷമയോടുകൂടി നമ്മൾ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും സക്സസ് ആവാതിരിക്കില്ല. സോ അത് തീർച്ചയായിട്ടും മനസ്സിൽ കണ്ടിട്ട് വേണം ഈ ഒരു വീഡിയോ ചെയ്യുക. ഈ ഒരു സീരീസ് നിങ്ങൾ പഠിച്ച ഉടനെ തന്നെ നിങ്ങൾക്ക് ഭയങ്കര സെറ്റ് ആവുമെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം എത്രത്തോളം നമ്മൾ ടൈം ചാർട്ടിന് മുന്നിലിരിക്കുന്നു അതിനനുസരിച്ചായിരിക്കും നമുക്ക് നമ്മുടെ ആക്യുറസി നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതെപ്പോഴും മനസ്സിൽ വയ്ക്കുക. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ട്രെൻഡ്സിനെ കുറിച്ചാണ് പറയുന്നത്. നമുക്കറിയാം ഏതൊക്കെ ട്രെൻഡാണുള്ളത് എന്നുള്ള ട്രെൻഡിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തത് നേരെ വീഡിയോയിലേക്ക് നോക്കിയിട്ട് മനസ്സിലാക്കാം. നമ്മളെപ്പോഴത്തേയും പോലെ വെബ് വൈറ്റ് ബോർഡിനകത്താണ് ആദ്യം പറഞ്ഞു തരുന്നത്. അതിന് ശേഷം നമുക്ക് ചാർട്ടിനകത്ത് പോയിട്ട് മനസ്സിലാക്കാം. സോ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇതിൽ എന്തെങ്കിലും ഫീഡ്ബാക്ക്, എന്തെങ്കിലും സജഷനൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. നമുക്ക് അതിനനുസരിച്ച് ഇനി വരുന്ന വീഡിയോയിലെല്ലാം ചേഞ്ച് ചെയ്യാൻ പറ്റും. സോ ട്രെൻഡിനെ കുറിച്ചാണ് പറയുന്നതെന്ന് പറഞ്ഞു. നമുക്ക് എല്ലാവർക്കും അറിയാം. ആദ്യം അറിയാത്തവരാണെങ്കിൽ മൊത്തത്തിൽ നമുക്ക് 3 ട്രെൻഡാണ് മാർക്കറ്റിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ ഒന്നെന്ന് പറയുന്നത് അപ്പ് ട്രെൻഡ്, രണ്ടാമത്തേന്ന് പറയുന്നത് ഡൗൺ ട്രെൻഡ്, പിന്നെ ഒന്നെന്ന് പറയുന്നത് സൈഡ് വേസ് ട്രെൻഡാണ്. സോ നമ്മൾ എപ്പോഴും പറയും മാർക്കറ്റിനകത്ത് ആര് വരുമ്പം ട്രെൻഡ് ഈസ് യുവർ ഫ്രണ്ട്, ട്രെൻഡിനനുസരിച്ച് മാത്രം നമ്മൾ ട്രേഡ് ചെയ്യാമെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു ട്രെൻഡിൻ്റെ ഒപ്പം നമ്മൾ നടന്ന് പോവുകയാണെന്നുള്ള ലെവലിലാണ് എല്ലാവരും അങ്ങനെ പറയുന്നത്. അപ്പോഴാണ് നമുക്ക് കൂടുതൽ വിന്നിങ് പ്രോബിലിറ്റി കിട്ടുക എന്നുള്ളത് പറയുന്നുണ്ട്. സോ എങ്ങനെയാണ് ഈ അപ്പ് ട്രെൻഡ് ഡൗൺ ട്രെൻഡ് എന്നെല്ലാം മനസ്സിലാക്കുക എന്നുള്ളതിന് അറിയുന്നതിനേക്കാൾ മുമ്പ് 2 ഫേസസ് ഉണ്ട്. ഏതൊരു ട്രേഡ് ആണെങ്കിലും ഏതൊരു മാർക്കറ്റ് ആണെങ്കിലും അതിനകത്ത് 2 ഫേസ് ഉണ്ട്. അത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കണം. ഒരു പുഷ് ഫേസും ഒരു എക്സോഷൻ ഫേസും. അത് ട്രെൻഡിനനുസരിച്ച് ചേഞ്ച് ആവും. ഒരു പുഷ് ഫേസ് എന്ന് പറയുമ്പോൾ വലിയ രീതിയിലൊരു മൂവ്മെൻറ്റ് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് പോകും, ചെറിയ രീതിയിൽ അതിൻ്റെ ഓപ്പോസിറ്റിലേക്ക് വരും. അത് ഏത് സൈഡിലേക്കാണോ വലിയ മൂവ്മെൻറ്റ് പോകുന്നത് അതിനെയാണ് നമ്മൾ അപ്പ് ട്രെൻഡ് എന്ന് പറയുക. അങ്ങനെയാണ് നമ്മൾ അപ്പ് ട്രെൻഡ് ഫൈനലൈസ് ചെയ്യുക. അതായത് അപ്പ് ട്രെൻഡ് എന്ന് പറയുമ്പോൾ എല്ലാവരും പറയും ഇങ്ങനെ അപ്പ് ട്രെൻഡ് മേലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയും. സോ ഈ പോകുന്നതിനനുസരിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പോകുന്നത് കണ്ടു, ഈ ഒരു പോക്കിൽ ഈ ഒരു ഭാഗം നല്ല രീതിയിലൊരു പുഷ്, ഇതിനെയാണ് നമ്മൾ പുഷ് ഫേസ് എന്ന് പറയുന്നത്. വലിയ രീതിയിൽ മുകളിലേക്ക് മൂവ്മെൻറ്റ് തരുന്നതിനാണ് പുഷ് ഫേസ് എന്ന് പറയുന്നത്. സോ ഈ പുഷ് ഫേസും മുകളിലേക്കാണ്, അതുപോലെ ഈ താഴത്തേക്ക് ചെറിയൊരു ഭാഗം മാത്രമേ വരുന്നുള്ളൂ. സോ ഇതിനെ താഴത്തേക്ക് വരുന്നതിനാണ് നമ്മൾ എക്സോഷൻ ഫേസ് എന്ന് പറയുക. സോ 2 ഫേസ് ഉണ്ട്, പുഷ് ഫേസും എക്സോഷൻ ഫേസും. സോ പുഷ് ഫേസ് ഏത് സൈഡിലേക്കാണോ പോകുന്നത് ആ സൈഡിലേക്കായിരിക്കും ട്രെൻഡ് എന്ന് പറയുക. സോ പുഷ് ഫേസ് മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം അപ്പ് ട്രെൻഡ് ആണ്. എക്സോഷൻ ചെറുതാണെങ്കിൽ പുഷ് ഫേസ് മുകളിലേക്കാണെങ്കിൽ ഇതിനെ നമ്മൾ അപ്പ് ട്രെൻഡ് എന്ന് പറയും. നേരെ മറിച്ച് പുഷ് ഫേസ് താഴത്തേക്കാണ്, അതുപോലെ എക്സോഷൻ മുകളിലേക്കാണ് ചെറുത് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡൗൺ ട്രെൻഡ് എന്ന് പറയും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി വിശ്വസിക്കുന്നുണ്ട്. പുഷ് ഫേസ് ഏത് സൈഡിലേക്കാണോ മാർക്കറ്റ് നല്ല രീതിയിൽ പുഷ് ചെയ്യുന്നത് ആ ഭാഗത്തിനെയാണ് അതാണ് നമ്മൾ ട്രെൻഡ് എന്ന് പറയുന്നത്. ഇനിയിപ്പം എങ്ങോട്ടും പോകാണ്ട് ഈക്വൽ ആയിട്ട് ചിലപ്പം വലിയ രീതിയിൽ മൂവ്മെൻ്റ് ഒന്നും ഇല്ലാണ്ട് പുഷ് ഫേസും ഈക്വൽ ഫേസും ഏകദേശം ഒരേ റേഞ്ചിൽ കടന്നിട്ട് ഇങ്ങനെ കടന്ന് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എങ്ങോട്ടും പോകുന്നില്ല, മുകളിലേക്കും പോകുന്നില്ല, താഴത്തേക്കും പോകുന്നില്ല. സോ ഇവിടെ എന്തായി, നമ്മൾ ഫസ്റ്റ് പറഞ്ഞൊരു ക്യാൻഡിലുണ്ട് ഇൻഡിസിഷൻസ്. സോ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഏജിൽ ഇൻഡിസിഷൻ ക്യാൻഡിലായിരിക്കും വരുന്നുണ്ടാവുക. കാരണം ഇങ്ങോട്ടും പോകാണ്ട് കടന്ന് ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക, ഒരു പർട്ടിക്കുലർ ടൈം ഫ്രെയിമിൽ ഇങ്ങനെ ആയിരിക്കും ക്യാൻഡിൽ ഉണ്ടാവുക. സോ ഇതിനാണ് നമ്മൾ ഇൻഡിസിഷൻ ക്യാൻഡിൽ എന്ന് പറയുന്നത്. സോ ഇങ്ങനെ വരുന്ന ഇൻഡിസിഷൻ ക്യാൻഡിൽ കൂടുതലുള്ളതിനാണ് നമ്മൾ സൈഡ് വേസ് ട്രെൻഡ് എന്ന് പറയുന്നത്. സോ മാക്സിമം എല്ലാവരും പറയും സൈഡ് വേസ് ട്രെൻഡിൽ ഒരിക്കലും മാർക്കറ്റിൽ മീൻസ് ട്രേഡ് എടുക്കരുത്, കാരണം നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള ചാൻസ് കൂടുതലാണെന്ന് പറയും. അപ്പം ഇങ്ങനെ സൈഡ് വേസ് ആണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ബ്രേക്ക് ഔട്ട് നോക്കണം, അതിൽ മേലേക്കോ അല്ലെങ്കിൽ താഴത്തേക്കോ നോക്കണം. സോ ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ, ഈ ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ എന്താണെന്നുള്ള അടുത്ത വീഡിയോയിൽ പറയാം. അത് 2 ടൈപ്പ് ഉണ്ട്, അതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. സോ ഇവിടെ ട്രെൻഡ് എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നുണ്ട്. പുഷ് ഫേസ് ഏത് സൈഡിലേക്കാണോ മാർക്കറ്റ് വലിയ രീതിയിലൊരു പുഷ് തരുന്നത് സോ അതായിരിക്കും ട്രെൻഡ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ഒരു മാർക്കറ്റ് മേലേക്ക് പുഷ് വന്നു, താഴത്തേക്ക് പോകുന്നു, മേലേക്ക് പുഷ് വന്നു, താഴത്തേക്ക് വന്നാൽ ഇത് നമുക്ക് അപ്പ് ട്രെൻഡ് ആയിട്ട് കൺസിഡർ ചെയ്യാം. നേരെ മറിച്ച് പുഷ് ഫേസ് താഴത്തേക്കാണ് വലുത്, അതുപോലെ മാർക്കറ്റ് ചെറിയ രീതിയിലാണ് എക്സോട്ട് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ ഡൗൺ ട്രെൻഡ് എന്ന് പറയും. ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ സൈഡ് വേസ് എന്ന് പറയും. സോ ഇനി നമുക്ക് ഇത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട് താഴെയുണ്ട്, നിങ്ങൾ വന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞുതരാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ചാർട്ടിനകത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ കാണാം. നമ്മൾ കളർ പഴയ പോലെ ആക്കിയിട്ടുണ്ട്, നമുക്ക് എല്ലാവരും കോമൺ ആയിട്ടുള്ള കളർ കാട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ പാത്ത് എങ്ങനെ എടുക്കാമെന്നതിന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഈ പാത്ത് എടുത്തിട്ട് നമ്മൾ ചുമ്മാ ഒരു ചാർട്ട് വരയ്ക്കുകയാണെങ്കിൽ കണ്ടോ നമുക്ക് കാണാം ഇങ്ങനെയാണ് നമ്മളൊരു മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് കാണുന്നത്. കണ്ടില്ലേ, ഇങ്ങനെ വന്നു, ഇവിടെ വന്നു, ഇത് വന്നു. നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഈ പറഞ്ഞ പുഷ് ഫേസ് ഏതാണ്, എക്സോഷൻ ഫേസ് എങ്ങനെയാണെന്നുള്ള എല്ലാം നമുക്കിതിൽ മനസ്സിലായിട്ടുണ്ടാവും ഇല്ലേ. നിങ്ങൾ നോക്കിയേ, ഭാഗത്ത് ഏത് സൈഡാണ് പുഷ് കൂടുതലുള്ളത്. സോ ഇവിടെയാണ് വലിയൊരു പുഷ്, എക്സോഷൻ ചെറുതാണ്,
താഴത്തേക്ക് വന്നത് ചെറിയൊരു ഭാഗമാണ്. അപ്പോൾ വലിയൊരു ക്യാൻഡിൽ വന്നത് പുഷ് ഫേസിലേക്കാണ്. അപ്പം ഇതെന്താണ്, ഇത് അപ് ട്രെൻഡാണ്. വീണ്ടും വലിയ രീതിയിലേക്ക് മേലേക്ക് പോയി ചെറിയ രീതിയിൽ എക്സോഷൻ വന്നു. സോ പുഷ് ഫേസ് എന്ന് പറയുന്നത് ഭയങ്കര മുകളിലേക്കാണ്, വലിയ പുഷ് ഫേസ് എന്ന് പറയുന്നത് മുകളിലേക്കാണ് പോയേക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ അപ് ട്രെൻഡ് എന്ന് പറയും. സോ ഇവിടെ നോക്കുമ്പം ഇവിടെ ഇത് ഒരു റേഞ്ചിൽ നോക്കിയാൽ ഈ ഒരു റേഞ്ച് നമ്മൾ ഇത് നോക്കാണ്ട് ഈ ഒരു റേഞ്ച് മാത്രം നോക്കുകയാണ്, ചെറിയ മൈന്യൂട്ടായിട്ട് എടുക്കുകയാണെങ്കിൽ കണ്ടോ, ഇവിടെ വന്നു, ഇവിടെ വന്നു, ഇവിടെ വന്നു, ഇവിടെ വന്നു, ഇവിടെ വന്ന് ഈക്വലാണ്, പുഷും എക്സോഷനും ഏകദേശം ഈക്വലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ സൈഡ് വേസ് മാർക്കറ്റായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണമെങ്കിൽ. സോ ഈ ഒരു ഏരിയ, അതായത് ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയ നമുക്ക് സൈഡ് വേസ് ആയിട്ട് മാത്രം കൺസിഡർ ചെയ്യാം, ഇല്ലേ? അതിൽ ഡൗട്ടൊന്നും ഇല്ലല്ലോ. ഇനിയിപ്പോൾ ഇവിടെ നോക്കിയിട്ട് ഇവിടെ പോയി ഈ ഭാഗത്തേക്ക് നോക്കുകയാണ്, താഴത്തേക്ക് നോക്കിക്കേ, താഴത്തേക്ക് വലിയ രീതിയിലൊരു എക്സോഷനാണ്, സോറി ഇത് പോയി, ഓക്കെ. ഇതേപോലെ ഇവിടുന്ന് ഇങ്ങനെ കടന്ന് കളിച്ച് ഇങ്ങനെ വന്ന് ഇവിടെ വന്ന് ഈ ഒരു ഭാഗത്തേക്ക് നോക്കി. ഇപ്പം പുഷ് ഫേസ് എന്ന് പറയണത് ഏത് ഭാഗത്തേക്കാണ് കൂടുതൽ പോയേക്കണേ? പുഷ് ഫേസ് എന്ന് പറയുന്നത് താഴത്തേക്കാണ് വന്നത്. എക്സോഷൻ ചെറിയ രീതിയിലാണ് വന്നത്, കാരണം താഴത്തേക്ക് വലിയൊരു മൂവ്മെൻറ്റ് തന്നു. അപ്പം ട്രെൻഡ് ഇവിടെ നിന്ന് മാറി, ഏകദേശം ട്രെൻഡ് ഇപ്പം നോക്കുമ്പം പുഷ് ഫേസ് എന്നുള്ള താഴത്തേക്കാണ്, വീണ്ടും ഒരു എക്സോഷനാണ് തന്നേക്കുന്നത്. സോ ഈ ഒരു ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഡൗൺ ട്രെൻഡായി. വീണ്ടും പുഷ് ഫേസ് താഴത്തേക്കാണ് വന്നേക്കുന്നത്, വലിയ രീതിയിൽ പുഷ് താഴത്തേക്കാണ് വന്നത്, മുകളിലേക്ക് ചെറിയൊരു മൂവ്മെൻറ്റേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇതിന് ഡൗൺ ട്രെൻഡായിട്ട് കൺസിഡർ ചെയ്യും. വീണ്ടും ഇത് മാർക്കറ്റ് മേലേക്ക് പോകുമ്പോൾ പുഷ് ഫേസും ഡൗൺ ഫേസും എക്സോഷൻ ഫേസും മാറി മാറി വരുന്നതിനനുസരിച്ച് നമ്മുടെ ട്രെൻഡ് മാറി എന്ന് പറയും. സോ എങ്ങനെയാണ് ട്രെൻഡ് അനലൈസ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് വളരെ കോമൺ ആയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. പക്ഷേ നമ്മൾ ഈ സീരീസ് ബിഗിനേഴ്സ് എന്നുള്ള ഒന്നും അറിയാത്ത ഒരാൾക്ക് വേണ്ടി മനസ്സിലാക്കുന്ന രീതിയിലാണ് പറയുന്നത്. സോ ഇനി വരുന്നതിൽ ഇപ്പം നിങ്ങൾക്കിത് ഭയങ്കര ബോറടിച്ച് തോന്നുകയാണെങ്കിൽ തൽക്കാലം നിങ്ങൾ ക്ഷമിക്കാന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം എല്ലാവർക്കും മനസ്സിലാവണം എന്നുള്ള ലെവലിൽ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. സോ ഇങ്ങനെയാണ് നമ്മൾ ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യുക. നിങ്ങൾ വേണമെങ്കിൽ സ്വന്തമായിട്ട് ട്രെൻഡ് ഒന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ പറഞ്ഞ ഈ രണ്ട് കാര്യങ്ങൾ, സ്ട്രക്ചറും ട്രെൻഡും ക്യാൻഡിൽസും എല്ലാം അനലൈസ് ചെയ്തിട്ട് ഒരു ചാർട്ട് നിങ്ങൾ ചുമ്മാ ചാർട്ടിനകത്തിട്ട് നോക്കുക, നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയ്ക്ക് കാണാം. അടുത്ത വീഡിയോ നമ്മൾ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, വാലിഡ് ആയിട്ട് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. സോ ഇവിടെ ട്രെൻഡ് കൺഫേം ആയി, ചേഞ്ച് ആയി എന്ന് പറയണം. നമുക്ക് ഇവിടെ മാറുന്നു കണ്ടു, ഇവിടുന്ന് കൺഫേം ആയി, ഓക്കെ, വലിയൊരു പുഷ് ഫേസ് താഴത്തേക്ക് വന്നു. പക്ഷേ ഇത് കൺഫേം ആയിട്ട് ട്രെൻഡ് ചേഞ്ച് ആയോ ഇല്ലയോ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാലിഡ് ആയിട്ടൊരു സ്ട്രക്ചർ ബ്രേക്ക് ഒക്കെ കിട്ടണം. സോ അതെങ്ങനെയാണ് വാലിഡ് ആണോ ഇൻവാലിഡ് ആണോ എന്ന് കണ്ടുപിടിക്കുക എന്നുള്ള അടുത്ത വീഡിയോയിൽ പറയാം. വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. എല്ലാവർക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്.